ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള മുളക് ബജിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫില്ലിങ് വെച്ചിട്ടും ഫില്ലിങ് വെക്കാതെയൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണ് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഓൾമോസ്റ്റ് 1.25 കപ്പ് വെള്ളം വേണ്ടി വരുന്നുണ്ട്. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് പിന്നെ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നല്ല തിക്കായിട്ട് തന്നെ വേണം മാവ്, അല്ലെങ്കിൽ നമുക്കത് നന്നായിട്ട് നമ്മുടെ ഈ ഒരു മുളകിലോട്ട് പിടിക്കില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നല്ല തിക്കായിട്ട് തന്നെ വേണം ബാറ്റർ. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 ബജ്ജി മുളക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബജ്ജി മുളക് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ഇത് നമുക്കിതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിനെ ഒന്ന് മുകൾ ഭാഗം മാത്രം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് വരെ ഒന്ന് കീറി കൊടുക്കുക. ഇതുപോലെ ഒന്ന് കീറി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ മാറ്റണം. ഒട്ടും കുരു ഉണ്ടാവാൻ പാടില്ല. കുരു ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊട്ടും കഴിക്കാൻ പറ്റില്ല. നല്ലോണം എരിവുണ്ടാകും. പിന്നെ ഈ ഒരു ബജ്ജി മുളക് വാങ്ങുമ്പോൾ അധികം എരിവില്ലാത്തത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ വാങ്ങാം. ഇതുപോലെ അകത്തുനിന്ന് ആ ഒരു നാറ് പോലുള്ള സംഭവം അതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഫുള്ള് ബ്ലാങ്ക് ആക്കി വെക്കണം. അകത്തൊട്ടും കുരു ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് കുരുവൊക്കെ മാറ്റിയെടുക്കണം. ഇനി അതുപോലെ വേറൊരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയും ചെയ്യാം. നമ്മൾ നേരെ 2ആയി പിളർന്നിട്ട് ഇതുപോലെയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ നമുക്ക് അകത്തുള്ള കുരുവൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ കംപ്ലീറ്റ് കുരുവൊക്കെ മാറ്റിയെടുക്കണം. നമ്മൾ സെപ്പറേറ്റ് ചെയ്യാതെ മുകൾ ഭാഗം കീറിയിട്ടാണെങ്കിലും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ മുളകും കംപ്ലീറ്റ് കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് ചെയ്യാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ടൊമാറ്റോ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബജ്ജി മുളക്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഫില്ലിംഗ് ഒന്നും ചെയ്യാതെ ഇതുപോലെ തന്നെ മുക്കി പൊരിച്ചെടുക്കാം. സെപ്പറേറ്റ് ചെയ്തതും അതുപോലെ സെപ്പറേറ്റ് ചെയ്യാത്ത ഫുള്ളായിട്ടുള്ളതൊക്കെ നമുക്ക് ഡയറക്റ്റ് മുക്കി പൊരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ മസാല ഫില്ല് ചെയ്തിട്ട് മുക്കി പൊരിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിലോട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഫില്ല് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത ചീസ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ നമുക്ക് വേറെ വേറെ രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഫില്ലിങ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുമ്പോൾ. അതുപോലെ വേറൊരു രീതിയിൽ വെജിറ്റബിൾസ് ഒന്നും ഇട്ട് കൊടുക്കാതെ ചീസ് മാത്രമായിട്ടും ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മധുരം വേണമെങ്കിൽ മധുരവും ഫില്ല് ചെയ്ത് കൊടുക്കാം. തേങ്ങയും ബെല്ലവും മിക്സ് ചെയ്തത്, അല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ആ ഒരു സ്പൈസിയും മധുരവും കൂടെ ചേരുമ്പോൾ അങ്ങനെയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. അതിനനുസരിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത മുളകിലോട്ട് നല്ല കട്ടിയുള്ള പുതിന ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ടാമറിൻ ചട്നി, ടൊമാറ്റോ ചട്നി നല്ല കട്ടിയുള്ളതാണെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ലൂസുള്ളതാണെങ്കിൽ അത് ബാറ്ററിലോട്ട് നമ്മൾ മുക്കി പൊരിക്കുമ്പോൾ മിക്സായി പോവും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഈ ഒരു ബാറ്ററിലോട്ട് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. നല്ലോണം ഡിപ്പ് ചെയ്തെടുക്കണം, മുളകിലോട്ട് എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ. ബാറ്ററി ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നിട്ട് ചൂടായ എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഫിങ് ചെയ്തിട്ടും സ്റ്റഫിങ് ചെയ്യാതെയൊക്കെ നമുക്കിതുപോലെ മുക്കി പൊരിച്ചെടുക്കാം. എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. സ്റ്റഫിങ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ഒരു ഭാഗം മൊരിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക, നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് നല്ല പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മുളക് ബജിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.